ഐക്യ ജനതാദളിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പിയെ വരച്ചവരയിൽ നിർത്തുക എന്നുള്ള നീക്കത്തിനപ്പുറത്തേക്ക് ബീഹാറിലെ രാഷ്ട്രീയ ഫോർമുലയാണ് നിതീഷ് കുമാർ ഏറ്റവും ശക്തമായി തന്നെ പിടിച്ചെടുക്കുന്നത്. അതായത് ബി ജെ പിയുടെ മന്ത്രിസ്ഥാനങ്ങൾ വെട്ടിച്ചുരുക്കാൻ തന്നെയാണ് നിർദ്ദേശം. ബി ജെ പിക്ക് കൂടുതൽ ക്യാബിനറ്റ് മന്ത്രിമാർ വേണം എന്ന ആവശ്യം നേരത്തെ ബീഹാറിൽ ഉയർന്നിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാം എന്ന രീതിയിലേക്കായിരുന്നു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിതീഷ് കുമാർ അന്നവർക്ക് കൊടുത്ത മറുപടി. എന്നാൽ ഇനി ഉള്ള സ്ഥാനം കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ഖ്യാതിയിലാണ് ബി ജെ പി. നിലവിൽ RJD കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തേജസ്വി യാദവ് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നിതീഷ് കുമാറിന് ഇന്ത്യ മുന്നണിയുമായി അലയൻസ് ഉണ്ടാക്കാം, എപ്പോൾ വേണമെങ്കിലും മഹാഗഡ്ബന്ധൻ വികസിപ്പിച്ചെടുക്കാം, വാതായനങ്ങൾ തുറന്നു കിടക്കുകയാണ്. ഇത് നിതീഷ് കുമാറിന്റെ തീരുമാനം പോലെ ഇരിക്കും. ബീഹാർ ജനതയ്ക്ക് ഒരു പുതുജീവൻ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷമുണ്ടോ എന്ന രീതിയിലൊക്കെയാണ് നിതീഷ് കുമാറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് കാര്യങ്ങൾ നീക്കുന്നത്. നരേന്ദ്രമോദിക്ക് ഏറ്റവും ഭയവും അതുതന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും നിതീഷ് കുമാർ മറുകണ്ഠം ചാടാൻ അവസരം കാത്തിരിക്കുകയാണ്. കാരണം ബീഹാറിന്റെ ഇക്വേഷൻ അങ്ങനെ തന്നെയാണ്. ബി ജെ പിയെ പ്രതിപക്ഷത്താക്കി ഭരണപക്ഷത്ത് നിതീഷ് കുമാർ ഇടക്കാലത്ത് ഇരുന്നു എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. അതായത് ബീഹാറിൽ ബി ജെ പിയും ഐക്യ ജനതാദളും ചേർന്നാണ് സംയുക്തമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെങ്കിൽ പോലും അവിടുത്തെ സീറ്റ് ഇക്വേഷൻ നോക്കുമ്പോൾ ഐക്യ ജനതാദളിന് 43ഉം ബി ജെ പിക്ക് 75ഉം ഉണ്ടെങ്കിൽ പോലും സഖ്യകക്ഷിയായി RJDയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ചേർത്താൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇക്വേഷൻ അത് തന്നെയാണ്. മദൻ മോഹൻ ഝാ അതിനുവേണ്ടി മുൻകൈയെടുത്താണ് മഹാഗഡ്ബന്ധനെ വീണ്ടും ഉത്തേജകം നൽകി പുനരുദ്ധീകരിച്ചത്. അത് നിതീഷ് കുമാർ വീണ്ടും ആ അടവ് നയം പയറ്റിയാൽ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതാണ്. ബീഹാറിലെ ഇക്വേഷൻ വളരെ ക്ലീനാണ്. തിരികെ കൊണ്ടുവരാൻ ഐക്യ ജനതാദളിനെ തിരികെ കൊണ്ടുവരാൻ നിതീഷ് കുമാറിന്റെ കയ്യിൽ വഴികൾ രണ്ടാണ്. ഒന്ന് ബി ജെ പിയെ തകർക്കാൻ, ബി ജെ പിയുടെ രാഷ്ട്രീയ മോഹങ്ങളെ എല്ലാം ബീഹാർ ജനത മറക്കാൻ വേണ്ടിയുള്ള തീരുമാനം നിതീഷ് കുമാർ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. കേന്ദ്ര ക്യാബിനറ്റിൽ ഐക്യ ജനതാദളിന് കൂടുതൽ വകുപ്പുകൾ ആവശ്യപ്പെടുമ്പോൾ ബി ജെ പിയുടെ ആധിപ്രസരം ബീഹാറിൽ അവസാനിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ആയിരിക്കും സഖ്യം ചേരുക എന്നുള്ളതും നിതീഷ് കുമാർ മോദിയുടെ ക്യാബിനറ്റിൽ എത്ര കാലം അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകുമെന്നതും ബി ജെ പി ആശങ്കയോടെ കാത്തിരിക്കുന്ന അതുകൊണ്ടാണ്. എപ്പോൾ വേണമെങ്കിലും കാലുമാരാം.